ഇന്നലെ പറഞ്ഞു നിർത്തിയെടുത്ത് ഇന്ന് നമുക്ക് തുടങ്ങാം. കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ വരുന്ന ഇപ്പം 2 മാസം കൂടെ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിയെ ഒരു പക്ഷേ പാർട്ടി തീരുമാനിക്കുവാണെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥിയാക്കും അല്ലേ? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസ് ചെയ്യുന്നത് ഏതെങ്കിലും ഉപാധികളുടെ അടിസ്ഥാനത്തിലല്ല, അൺകണ്ടീഷൻ എന്നാണ് നമുക്കതിന് പറയാൻ പറ്റുന്നത്. ഒരു കണ്ടീഷനുമില്ല, ഒരു ഉപാധി ഇല്ലാതെയാണ് അവർ കോൺഗ്രസിൽ കടന്നു വന്നിരിക്കുന്നത്. അവർ അങ്ങനെ ഒരു ഡിമാൻഡ്, അവർക്ക് MLA സ്ഥാനം വേണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനം വേണമെന്നുള്ള ഒരു ഡിമാൻഡും അവർ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോൺഗ്രസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും അർഹിക്കുന്ന പരിഗണന ഞങ്ങൾ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പരിഗണനയാണെന്ന് അവരോട് പറഞ്ഞു, സ്ഥാനാർത്ഥിത്വമാകാം, അല്ല ഏത് പരിഗണനയാണെന്ന് അവരോട് പറഞ്ഞിട്ടുമില്ല, ഇന്നത് വേണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുമില്ല. ഇതിനിടയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു സൈബർ ആക്രമണം താങ്കൾക്കെതിരെ ഉണ്ടായി. അത് പലപ്പോഴും താങ്കൾ അതിനൊന്നും മറുപടി പറയാതെ താങ്കളെല്ലാം മാറി അതിനെ ഇഗ്നോർ ചെയ്ത് താങ്കളങ്ങ് മാറിപ്പോകുമായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയങ്ങളിൽ അതിനെക്കുറിച്ച് വലിയൊരു ചർച്ചകളും ഒരു പ്രൊപ്പഗാൻഡയൊക്കെ ചില ഭാഗത്തു നിന്ന് സൈബർ ആക്രമണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ടായി. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, ഞാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതൽ ഒരുപാട് എതിർപ്പുകളെയും ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ് ഓരോ ഘട്ടത്തിലും ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് കോൺഗ്രസ് പാർട്ടിക്കകത്തായിരുന്നാലും പുറത്തായിരുന്നാലും എനിക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, ജനകീയമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അതിനേക്ക് അതിജീവിക്കാൻ കഴിയും. ഞാൻ 26-ാമത്തെ വയസ്സിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചു. അന്ന് താങ്കൾക്കറിയാവോ ബസ് സ്റ്റാൻഡിൽ വന്ന് സ്വീകരിക്കാൻ നിന്നത് ഞങ്ങളാണ്. അത് ഞാൻ 10 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എനിക്ക് അവസരം നൽകി. 8 പ്രാവശ്യം ഞാൻ ജയിച്ചു. 2 പ്രാവശ്യം UDF മൊത്തത്തിൽ കേരളത്തിലുണ്ടായ എതിരായ തരംഗത്തിൽ ഞാൻ തോറ്റു. എന്നെ പോലെ തന്നെ 18 സീറ്റിലും UDF തോറ്റു. 2004 തോറ്റു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു MP ആയിരിക്കുന്ന ആൾ ഒരു പ്രാവശ്യം തോറ്റാൽ പിന്നെ അയാൾ രണ്ടാമത് തിരിച്ചു വരിക എന്ന് പറയുന്നത് കേരളത്തിലെ പ്രയാസമാണ്. പ്രത്യേകിച്ച് സംവരണ മണ്ഡലം. ഞാൻ മത്സരിക്കുന്നത് സംവരണ മണ്ഡലത്തിലാണ്. ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ മുൻതൂക്കമുള്ള സംവരണ മണ്ഡലത്തിലാണ് ഞാൻ 8 പ്രാവശ്യം ജയിച്ചതും 2 പ്രാവശ്യം തോറ്റിട്ട് തിരിച്ച് വീണ്ടും വന്നത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും തെരഞ്ഞെടുപ്പ് ചരിത്രവും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാൾ പിന്നെ രണ്ടാമത് ഇടതുപക്ഷത്തിലായിരുന്നാലും UDF രണ്ടാമത് ഒരാൾ ജയിച്ചു വന്നിട്ടില്ല, അപൂർവമായിട്ടുള്ളൂ. അതിലൊരാൾ ഞാനാണ്. ഇനി ഒരു പാർട്ടിക്ക് വേണ്ടി 8 പ്രാവശ്യം ഒരു ഇടതുപക്ഷത്തിന് ഭയങ്കരമായ മുൻതൂക്കമുള്ള ഒരു പാർലമെന്റ് മണ്ഡലം ഒരു പാർട്ടിക്ക് വേണ്ടി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? അതൊരു നിസ്സാര കാര്യമാണോ? അപ്പോൾ പാർട്ടിക്ക് വേറെ സ്ഥാനാർത്ഥികളെ നിർത്താം, എന്നെ ഒഴിവാക്കാം. എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കുന്നില്ല? ഞാൻ ഒഴിവാക്കണമെന്നും 2 തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടാം. ഇപ്പോഴും കഴിഞ്ഞ തവണ അങ്ങ് പറഞ്ഞാണ് ഞാൻ മാറിയിരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് എന്നെ തന്നെ വീണ്ടും നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു? പാർട്ടിക്ക് ഈ സീറ്റ് നിലനിർത്തണമെങ്കിൽ ഞാൻ മത്സരിക്കണം. എന്നെപ്പോലെ ജനകീയ അടിത്തറയുള്ള, ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള, നിരന്തരം ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ തന്നെ മത്സരിച്ച സീറ്റ് നിലനിർത്താൻ പറ്റുള്ളൂ. അല്ല, ഇതൊരു ഇടതുപക്ഷ മണ്ഡലമാണ്. ഇപ്പോഴും ഞാൻ മത്സരിക്കുമ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിക്കും ഒരു UDF MLA ഇല്ലാത്ത 7 അസംബ്ലി മണ്ഡലങ്ങളിലും LDF MLA-മാരാണ്. ഒരു UDF MLA ഇല്ല. മാത്രമല്ല 4 മന്ത്രിമാരാണ് ഈ മാവേലിക്കര പാർലമെന്റിലൂടെ. പിണറായി വിജയൻ ഗവൺമെന്റിൽ, 2ാം പിണറായി സർക്കാരിൽ 4 മന്ത്രിമാർ. പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കൊട്ടാരക്കര ബാലഗോപാൽ, ചെങ്ങന്നൂര് സജി ചെറിയാൻ. പിന്നെ പ്രസാദ് എന്ന് പറയുന്ന കൃഷിമന്ത്രി മത്സരിച്ച് ജയിച്ചത് ചേർത്തലയിലാണെങ്കിലും 100 നാട്ടുകാരനാണ്.
മാവേലിക്കരക്കാരനാണ്. അപ്പൊ 4 മന്ത്രി, പിന്നെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ആരാ, ചിറ്റയം അടൂര് ആണ് അദ്ദേഹം MLA എങ്കിലും ചിറ്റയം കുമാർ എവിടുത്തെ തന്നെ കൊട്ടാരക്കര കൊട്ടകൻ. അപ്പൊ 5 സംസ്ഥാന ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് കാറുകൾ ഓടുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം. ഇനി MLA മാരോ ആര്, ചങ്ങനാശ്ശേരിയിലെ ജോ മൈക്കിൾ, കുട്ടനാട്ടിലെ തോമസ് കെ തോമസ്, മാവേലിക്കര അരുൺകുമാർ, ഇവിടെ കുന്നത്തൂര് കോവൂർ കുഞ്ഞൻ. 4 ഇടതുപക്ഷ MLA മാർ, 4 ഇടതുപക്ഷ മന്ത്രിമാർ, ഒരു ഇടതുപക്ഷ ഡെപ്യൂട്ടി സ്പീക്കർ. ആലോചിച്ചോണം, ഇവരുടെ എല്ലാം സ്വാധീനവും ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിൽ എനിക്കെതിരായി നടത്തി. അതിനെയൊക്കെ അതിജീവിച്ചാണ് അങ്ങ് ജയിച്ചത്. ഒക്കെ ജനം കണ്ടോണ്ടിരിക്കുക. കാരണം അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളിൽ ഒരാളായിട്ട്, ഒരു കുടുംബത്തിലെ ഒരംഗമായിട്ടാണ് അങ്ങേ ഇവിടുത്തെ ജനങ്ങൾ കണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ശ്രീമാൻ ആർ ബാലകൃഷ്ണനുള്ള മന്ത്രിയായിട്ട് തൊട്ടപ്പുറത്ത് ഉള്ളപ്പോഴും, അദ്ദേഹം ആ വീട്ടിലുള്ളപ്പോഴും, താങ്കളുടെ MP ആയിട്ട് ഇവിടെ ഉള്ളപ്പോഴും, 2 പേരും 2 വീടുകളിൽ അടുത്തടുത്ത വീടുകളിൽ ഉണ്ടായിട്ട് പോലും ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോരോ കാര്യങ്ങൾ, ഈവൻ ഒരു പോലീസ് സ്റ്റേഷനിലെ കേസിന് പോലും ഒരു പ്രാദേശികമായിട്ടൊരു MLA-യുടെ വീട്ടിലല്ല ചെല്ലുന്നത്, MP-യുടെ വീട്ടിലാണ് ചെല്ലുന്നത്. അതിന് കാരണം അത് ജനങ്ങൾക്ക് അത്രത്തോളം ഒരു വിശ്വാസം ഉണ്ടായിട്ടല്ലേ? അതിന് കാരണമുണ്ട്. കാരണം ബാലകൃഷ്ണ സാറ് സീനിയർ നേതാവാണ്. അദ്ദേഹം ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇടപെടുന്ന ഒരാളല്ല. അതുകൊണ്ട് അങ്ങനെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാറില്ല. എന്നാൽ ഞാനിവിടെ MP ആയി വന്നപ്പോൾ എനിക്ക് ചെറുതും വലുതും എന്നുള്ള ആര് വന്നാലും, ഏത് വെളുപ്പാങ്കലത്ത് വന്നാലും വിളിച്ചുണർത്താൻ ഞാൻ ഉണരും, ഏത് അർദ്ധരാത്രി വിളിച്ചുണർത്തിയാലും ഉണരും, കാര്യം ഏത് പറഞ്ഞാലും നമ്മൾ അപ്പം തന്നെ അതിൽ ഇടപെടും. അങ്ങനെ വന്നപ്പോൾ ഈ MP-യുടെ ഓഫീസിൽ ചെന്ന കാര്യങ്ങൾ നടക്കും. അവിടെ ചെന്നാൽ അങ്ങനെ പാർട്ടി ചോദിക്കത്തില്ല, എവിടെ നിന്ന് വരുന്നെന്ന് ചോദിക്കില്ല, ഏത് മണ്ഡലമാണെന്ന് ചോദിക്കത്തില്ല, നിങ്ങൾ കോൺഗ്രസ് ആണോ എന്ന് ചോദിക്കത്തില്ല, പാർട്ടി സെക്രട്ടറിയുടെയോ പാർട്ടി നേതാക്കന്മാരുടെ ആരെങ്കിലും ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കില്ല. ആര് വന്നാലും അവരുടെ പ്രശ്നം എന്താണെന്ന് കേട്ട് അപ്പോൾ തന്നെ അത് പരിഹരിച്ചു കൊടുത്ത് അവരുടെ സന്തോഷത്തോടുകൂടി മടക്കി വിടുന്ന വിവരം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുകയുണ്ടായി. ഇത് തന്നെയാണ് കഴിഞ്ഞ സൈബർ ആക്രമണത്തിൽ പറഞ്ഞത്. ഇവിടുത്തെ ഇടതുപക്ഷക്കാരെ പോലും താങ്കൾ സംരക്ഷിക്കുന്നു, അവർക്ക് പോലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അവർ കണ്ടെത്തിയ ഒരു പോയിന്റ്. അതിന് കാരണമാണ് അടൂരായിരുന്നാലും മാവേലിക്കരയായിരുന്നാലും ഇടതുപക്ഷ ഒരു മണ്ഡലമാണിത്. ഇവിടെ ജയിക്കണമെങ്കിൽ ഒരു 10% വോട്ട് പൊളിറ്റിക്കൽ രാഷ്ട്രീയമായി LDF UDF വോട്ടുകൾക്ക് അപ്പുറമായി ഒരു 10% വോട്ട് വ്യക്തിപരമായി പേഴ്സണലായിട്ട് നമ്മൾ സമ്പാദിക്കണം. അപ്പോൾ അത് എവിടെയെങ്കിലും ഏറ്റക്കുറച്ചുണ്ടായി നമുക്ക് ലഭിക്കുന്ന ഈ അഡീഷണൽ വോട്ട് കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയും. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് താങ്കൾ പർച്ചേസ് ചെയ്യുന്നതാണ് ആളുടെ ആരോപണം. പർച്ചേസ് ചെയ്യുന്നില്ല, ഇതുപോലെയുള്ള അവരുടെ ആവശ്യങ്ങൾ വന്ന് പറയുമ്പോൾ അതിന് പരമാവധി ശ്രദ്ധ കൊടുക്കുകയും അത് പരിഹരിച്ചു കൊടുക്കാൻ ഏതറ്റം വരെ പോയി പരിഹരിച്ചു കൊടുത്ത് അവരെ നമ്മളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് എനിക്കുള്ളത്. അല്ല, അത് തന്നെയാണ്. അത് ഈ പറയുന്നവർക്ക് അത് മനസ്സിലാകാത്തോണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളിലെ അവർ ഓരോ കുടുംബങ്ങളിലെ അവരിൽ ഒരാളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയമല്ല, അതിനകത്ത് ജാതിയല്ല, അതിനകത്ത് മതമല്ല. അല്ല അതുകൊണ്ടാണ് ചെയ്യുന്നത്. പലരും എന്നോട് ലോക്സഭയിൽ ഞാൻ വളരെ രസമായ ഒരു കാര്യം വലിയായിട്ട് പങ്കുവെക്കാം. ഞാൻ ലോക്സഭയിൽ ചെല്ലുമ്പോഴേ, ഇത്തവണയും 8ാമത്തെ പ്രാവശ്യം ജയിച്ചിടുമ്പോഴേ, ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ജയിച്ചു വരുന്ന ഈ ആദ്യ പ്രാവശ്യമൊക്കെ ജയിച്ചു വരുന്ന MP-മാർ, പ്രത്യേകിച്ച് BJP MP-മാരും മറ്റ് പാർട്ടികളിലെ MP-മാരൊക്കെ എന്നോട് വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കാറുണ്ട്, സാർ എങ്ങനെയാണ് നിങ്ങൾ ഈ ലോക്സഭയിൽ 8 പ്രാവശ്യം ജയിച്ചു വന്നത്, എങ്ങനെയാണ് അതിൻ്റെ രഹസ്യം എന്താണ്, ഇതിൻ്റെ ഒരു രസതന്ത്രം എന്താണ്, ഞങ്ങൾ എത്ര വിചാരിച്ചിട്ടും നടക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് 1 പ്രാവശ്യം 2 പ്രാവശ്യത്തിൽ കൂടുതൽ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ജയിച്ചു വരാൻ, അതും കേരളത്തിൽ നിന്ന്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്, എന്താണ് അങ്ങ് ഇതിനെ ഇങ്ങനെ തുടർച്ചയായി ജയിക്കാൻ വേണ്ടി മാജിക് എന്താണ് എന്ന് പലപ്പോഴും MP-മാർ ചോദിക്കാറുണ്ട്. അതുപോലെ ഏത് മന്ത്രിമാരെടുത്ത് സ്പീക്കറുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെടുത്ത് ഏതെങ്കിലും നേതാക്കന്മാരോ MP-മാരോ ഇരിക്കുമ്പോൾ എന്നെ പ്രത്യേകം പരിചയപ്പെടും. സുരേഷ് സീനിയർ MP, ആഡ്ബാർ എന്ന് വെച്ചാൽ 8 പ്രാവശ്യം MP ആയ സീനിയർ MP-ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ ബഹുമാനത്തോടു കൂടി പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പാർലമെന്റ് പരിശോധിച്ച് ലോക്സഭ പരിശോധിച്ച് നോക്കിയാൽ 3 തലമുറയിൽപ്പെട്ടവരുടെ കൂടെ ഞാൻ MP ആയിരിക്കുന്നു. ഒന്നുകിൽ അച്ഛൻ്റെ കൂടെ, മകൻ്റെ കൂടെ, കൊച്ചുമകൻ്റെ കൂടെ, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ, മകൻ്റെ കൂടെ, മകന്റെ മകളുടെ കൂടെ. അപ്പൊ ഒരു 3 ജനറേഷൻ. എടുത്തു പറയാന് കർണാടകയിൽ നിന്നുള്ള HD ദേവഗൌഡയുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മകന്റെ കൂടെ ഉണ്ട്, ഇപ്പൊ കൊച്ചുമാന്റെ കൂടെ. അതുപോലെ തന്നെ ഇപ്പൊ ഓരോ നേതാക്കൾ, ജ്യോതിരാദിത്യ സിന്ധ്യ എടുത്താൽ അദ്ദേഹത്തിന്റെ അമ്മൂമ്മയുടെ കൂടെ, അവരുടെ അച്ഛന്റെ കൂടെ, അദ്ദേഹത്തിന്റെ ആന്റിയുടെ കൂടെ, അതുപോലെ 2 ആന്റി, ഇപ്പൊ ജ്യോതിരാദിത്യ സിന്ധ്യ. അപ്പൊ 4 തലമുറകളിൽപ്പെട്ടവരോടൊപ്പം ഞാൻ MP ആയിരുന്നു.
അപ്പൊ അത്രയും സീനിയറായിട്ട് ആണ് ലോക്സഭയിൽ ഇത് ഈ പ്രായത്തിൽ. അങ്ങയുടെ ഒരു കഴിവല്ല, ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പിന്തുണയാണ്. ഇതിന്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം.